സാല ഈ ഇന്ത്യ മൊത്തം ഞാൻ നശിപ്പിച്ചിരിക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഹിന്ദുസ്ഥാൻ കാണില്ലൊരിക്കലും. ലജ്ജായി. പക്ഷെ ഇന്ത്യയിലല്ല, ഖുറേഷിയുടെ ഹൃദയത്തില്, പാകിസ്ഥാൻ ക്യാമ്പില്. ഇടോ അവനെന്തിനാ സാറേ നമുക്ക്? അവൻ ജീവനോടെ ഉണ്ടായാലും നമ്മുടെ സത്യം പറയില്ല. അവനെ പുറത്തു വിടുന്നവരെ ഖുറേഷി വെറുതെ ഇരിക്കില്ല. ഒരു താജ് ഹോട്ടലിൽ ക്യാപ്ചർ ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ വില വെച്ചും. അത് മാത്രമല്ല, അവൻ ജീവനോടെ ഇരുന്ന് നമ്മുടെ നാടിന് അബദ്ധ. രക്ഷപ്പെടുകയാണെങ്കിൽ പാകിസ്ഥാനിലുള്ള നമ്മുടെ ഏജന്റുകൾക്കും പ്രശ്ന. ഹോം മിനിസ്റ്റർ മീഡിയയെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റിനെ കൺവിൻസ് ചെയ്യുന്നത് എത്ര പ്രയാസമാണെന്ന് എനിക്കറിയോ? എന്റെ രാജ്യത്തിന്റെ അത്രയും പ്രാധാന്യം ഇതിനില്ല സാർ. തെറ്റുകൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുൾ സലീമിനെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർമിക്കാർ കൊന്നു എന്ന് പറഞ്ഞേക്ക് സാറേ. ഖുറേഷി ഒഴികെ മറ്റുള്ളവർക്കും സന്തോഷമായിരിക്കുള്ളൂ. ഫുൾ സെക്യൂരിറ്റിയുടെ നടുക്ക് അബ്ദുൾ സലീമിനെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ അറ്റാക്ക് ചെയ്യാൻ വന്ന ടെററിസ്റ്റിനെ ആർമിക്കാർ ഫയർ ചെയ്യുമ്പോ അബ്ദുൾ സലീമും അവരുടെ കൂടെയുള്ള എല്ലാവരും മരിച്ചുപോയി. ഇപ്പോഴെന്താ ചെയ്യാ? എൻജോയ് യുവർ ടീ. എവിടെയാ ഉള്ളത്? സോറി ഡി, എനിക്ക് പറയാൻ പറ്റിയില്ല. ഫ്രണ്ട്സ് ആയിട്ടൊരു ചെറിയ പാർട്ടിയില്ല. എന്നോട് പറയാതെ നിനക്കെന്താ അങ്ങനെ ഒരു പാർട്ടി? അങ്ങനെയൊന്നുമില്ല, നമ്മുടെ രാമകൃഷ്ണൻ കൂട്ടുകാരാ. ഓഹോ, നമ്മുടെ രാമകൃഷ്ണന്റെ ഒപ്പമാണോ? ഓ, എല്ലാവരും ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കാൻ തോന്നുന്നു. ആദ്യം അവിടെ തന്നെ ഉണ്ടാവും. ഇനി തന്നെ പറയട്ടെ. ഫോൺ കട്ട് ചെയ്തു. അർജുൻ, ഇവന് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയെ ഉണ്ട്. ഇവന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. കള്ളം പറയുന്നു. What's a blink to you, man? കല്യാണമൊന്നും എനിക്ക് ശരിയാവില്ല സാറേ. ഞങ്ങൾക്കൊക്കെ സെറ്റ് ആയില്ലേ സാർ? നമ്മുടെ രണ്ട് ലൈഫാണ് റിലേറ്റ് ചെയ്യുന്നത്. ഒന്ന് നുണയും ഒന്ന് സത്യവും. നുണയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, സത്യം നമ്മൾ പുറത്ത് പറയാനും പോകുന്നില്ല. വിശ്വസിച്ച് കൂടെ വരുന്നൊരു പെണ്ണോട് നുണ പറയാൻ താല്പര്യമില്ല സാറേ. Come on, അർജുൻ. വിശ്വസിച്ച് വന്ന പെണ്ണ് മനസ്സിലാക്കും. അവളോട് സത്യമൊന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിലാക്കിയ പെണ്ണ് വിശ്വസിക്കും. അവളോട് കളറ് പറയേണ്ട പെണ്ണിനെ എപ്പോഴാ സാറേ കിട്ടുക? കിട്ടും, അന്വേഷിക്കേ. സെർച്ച് ഫോർ ഇറ്റ്. നമുക്ക് അതല്ലേ ജോലി. നിനക്കൊന്നും സംഭവിക്കില്ല. എന്താ പറ്റിയേ? ബോബി ഒരാഴ്ചയായിട്ട് ഒന്നും കഴിക്കുന്നില്ല, നേരെ ഉറങ്ങുന്നില്ല, രാത്രി മുഴുവൻ ഓരിയിടുക, പകൽ കുരയ്ക്കുക. ഓ, രാത്രി ഓരിയിടുകയാണല്ലേ? ഓ, അങ്ങനെയാണോ? എക്സാക്ട്ലി ഡോക്ടർ. ഇടയ്ക്കിടയ്ക്ക് വാല് പൊക്കുന്നുണ്ടോ? എന്നെ കണ്ട പൊക്കും ഡോക്ടർ. ഞാൻ സംസാരിക്കുന്നതേ മൃഗങ്ങളെ കുറിച്ചാ. അതുപോലെ മുക്കുന്ന സമയത്ത് കാല് പൊക്കാറുണ്ടോ? ഹോൾ നൈറ്റ് ഡോക്ടർ. ഹോൾ നൈറ്റാ? കാണാൻ ഇത്രേ ഉള്ളൂ. സോ സ്ട്രോങ്. മെഡിസിൻ എന്തെങ്കിലും? ഇത് മെഡിസിൻ കൊണ്ടൊന്നും കുറവാവില്ല. ഏജ് അറ്റൻഡ് ചെയ്തില്ലേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നുവെച്ചാ? അതായത് ഇപ്പൊ നമുക്ക് ഡേറ്റിംഗ്സ് ഒക്കെ ഇല്ലേ, അതുപോലെ ഡോഗ്സിന് മേറ്റിംഗ്സ് ഉണ്ടാവും. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? ഇതില് രണ്ടുണ്ട്. ഒന്ന്, ആ പെണ്ണായിനെ കൊണ്ടുവന്ന് ഫസ്റ്റ് നൈറ്റിന് അനുവദിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഫസക്. ഫസക്കോ? അതെന്താ? അത് നാടൻ നായ്ക്കൾ. പെണ്ണായും അതേ വർഗം തന്നെ ആയിരിക്കണം. ഏതെങ്കിലും നായ്ക്കളുടെ കൂടെ ചേരാൻ അനുവദിച്ചാലേ ജീവൻ അപകടത്തിലാവും. റെയർ ബ്രീഡ്. പക്ഷേ ഇത്രയും വലിയ സിറ്റിയില് സെയിം ജാതി എന്ന് വെച്ചാ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഡോക്ടർ? നായിന് വേണ്ടി ഒന്നും തരേണ്ട. ആ പപ്പിയുടെ കയ്യിൽ ഒരു 500 കൊടുത്ത അഡ്രസ് തന്നേക്കും. പപ്പിയോ? പപ്പിന്ന് വെച്ചാ നായാണെന്ന് വിചാരിച്ചോ?
മൈ റിസപ്ഷനിസ്റ്റ്. ഓ പപ്പി. യെസ് ഡോക്ടർ. യെസ്. ആ ആ ആ പിടിച്ചോ. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞത് ഈ അഡ്രസ് അല്ലേ? അഡ്രസ് ഒക്കെ കറക്റ്റ് ആണ്. എക്സ്ക്യൂസ് മീ. ആ നീയോ? ഇവരെന്താ ഇവിടെ? നിന്റെ വീടാണോ ഇത്? അങ്ങനെയും പറയാം, വാ. ഓ ഭാഗ്യം. ആ വാ വാ. ആ നൈസ് പ്ലേസ്. ഓ സോ ക്യൂട്ട്. എന്റെ ബോബിയെ പോലെ തന്നെയുണ്ടല്ലോ. ഓ ബേബി. സോ ക്യൂട്ട്. വാട്ട്സ് ദ നെയിം? പിക്കോ. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നല്ല, ഇതിനു വേണ്ടിയാ വന്നത്. ആക്ച്വലി എന്റെ അടുത്തും സെയിം ബ്രീഡ് മെയിൽ ഡോഗ് ഉണ്ട്, ബോബി. ഡോക്ടർ മേറ്റിംഗ് സീസണാന്ന് പറഞ്ഞ് നിങ്ങളുടെ അഡ്രസ്സ് തന്നു. ഇപ്പൊ ക്രോസിംഗ് ചെയ്തില്ലെങ്കിൽ ഡോക്ടർ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഡോഗ് ഈസ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാറില്ലേ, അതിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് മേറ്റ് ചെയ്യിക്കാന്ന് വിചാരിച്ചേ. ഐ എം സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. നിങ്ങൾക്ക് എന്തിനാ ഇൻട്രസ്റ്റ്? ഇതിനുണ്ടായ പോരെ? അതുകൊണ്ട് തന്നെയാ ഇൻട്രസ്റ്റ് ഇല്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങളല്ലേ പറഞ്ഞത് ഡോഗ് ഇസ് എ മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. രാമകൃഷ്ണൻ സാറേ, ഇന്ന് ഡ്രൈ ഡേ അത്ര, നമുക്ക് ബോട്ടിൽസ് ഒക്കെ റെഡി. നീ എന്താ ഇവിടെ? നീയോ? അതെ നീ തന്നെ. നീ ഒന്ന് മാറിക്കേ. എന്താ ഇവിടെ? എന്റെ ബോബി രാത്രി മുഴുവൻ കരച്ചില്ല. അത്രേ ഉള്ളൂ? ശ്വാസം മുട്ടിച്ചങ്ങ് കൊന്നുകളാ. അയ്യോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങളുടെ പീക്കോയെ 1 മണിക്കൂർ മാത്രം തന്നാ മതി, ബോബിയുടെ പ്രശ്നമൊക്കെ തീരും. അയ്യോ ഇതെന്തൊക്കെയാ പറയുന്നത് സാറേ? ഇവർക്ക് ദേഷ്യം വരുമ്പോ നമ്മളോടാണോ കളിക്കുന്നത്? ഇവരുടെ പട്ടിയെ സുഖിപ്പിക്കാൻ നമ്മളുടെ പട്ടി വേണോ? അയ്യോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിനെ തന്നെ ഞാനൊരു കമ്പനിക്ക് വേണ്ടി ഇതിനെ വളർത്തുന്നത്. ഇതിനെ മേറ്റിങ്ങിനെ കൊണ്ടുപോയി ഗർഭിണിയായി കുട്ടികളുണ്ടായാലേ അതിനൊക്കെ നോക്കാനുള്ള സമയം എനിക്കില്ല. അങ്ങനെയല്ല, നമ്മുടെ പ്രശ്നം സംസാരിച്ച് പരിഹരിക്കാം. ഈ പട്ടിക്കുട്ടി എന്താ ചെയ്തേ? ചെല്ല് മക്കളെ. അന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബീർ മേടിച്ച് ഞണ്ടിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. സെക്യൂരിറ്റിയെ കൊണ്ട് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു വിടുമ്പോ വേണമായിരുന്നു ഈ ബുദ്ധി. ചെല്ല്. എന്താ ഒരുപാട് തുള്ളുന്നേ? ഈ മൊത്തം ഡൽഹിയിൽ പെണ്ണായിക്കുട്ടി നിങ്ങളുടെ അടുത്ത് മാത്രമേ ഉള്ളോ? ഇവളിത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് സാറേ? ഒടുക്കത്തെ ബിൽഡപ്പ് ആണല്ലോ. ശരി നമുക്ക് കാണാം. ചെന്നാട്ടെ. പോയെ. ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല. ഞങ്ങൾക്ക് ഇപ്പോഴേ അത്യാവശ്യമായിട്ട് ഒരു കുപ്പി കള്ള് വേണം.